ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. ഞാൻ ഓഡിബിൾ ആണോടാ? ഒന്ന് ചാറ്റ് ബോക്സിൽ Yes, എല്ലാവരും ma'am. റെസ്പോണ്ട് ചെയ്തേ. ഓഡിബിൾ. ഓക്കെ, താങ്ക് യു. സോ യെസ്, നമ്മൾ ഇന്ന് നമ്മുടെ ടാക്സിന്റെ മാരത്തോൺ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടല്ലോ അല്ലെ? Yes. ഓക്കെ. സോ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ടാക്സ് എക്സാമിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. എന്നാ നിങ്ങളുടെ ടാക്സ് എക്സാം വരുന്നത്? പറഞ്ഞേടാ, ടാക്സ് എക്സാം എന്നാ? Second. ഓക്കെ, ജൂൺ 2 നിങ്ങളുടെ ടാക്സ് എക്സാം വരുന്നത്. അതായത് നമ്മൾ ഇന്ന് മുതൽ കൗണ്ട് ചെയ്താൽ കറക്റ്റ് 10 days ആണ് നിങ്ങളുടെ ടാക്സ് എക്സാമിന് വരുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്തായി? ലൈക്ക് എല്ലാ ടോപ്പിക്സും കവേർഡ് ആയോ? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കഴിഞ്ഞോ? എന്താണ് നിങ്ങളുടെ അവസ്ഥ മൊത്തത്തില്? നമുക്ക് ബേസിക്കലി ഈ ഒരു സെഷൻ കുറച്ച് ഇന്ററാക്റ്റീവ് ആക്കാൻ നോക്കാം. ജസ്റ്റ് ലൈക്ക് നമുക്ക് എന്ത് ചെയ്യണ്ട, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ലൈക്ക് ഞാൻ എന്തൊക്കെയോ കുറെ പറയുന്നു, നിങ്ങൾ ജസ്റ്റ് അത് കേട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മേ ബി നിങ്ങളുടെ ബെഡിൽ ഇരുന്ന് അത് കേൾക്കുന്നുണ്ടാവാം. ലൈക്ക് നമുക്ക് അങ്ങനെ ഒരു സെഷൻ കൊണ്ടുപോകുന്നു. നമുക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഇന്ററാക്റ്റീവ് ആയിട്ട് ഈ സെഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അത് ചാറ്റ് ബോക്സിലായാലും ഇനി അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. മാക്സിമം അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. ഇനി അതെല്ലാം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് റെസ്പോണ്ട് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, യാ. സോ പറഞ്ഞേടാ മക്കളെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ലൈക്ക് ഹൗ ആർ യുവർ പ്രിപ്പറേഷൻസ് ഗോയിങ്? എല്ലാം റെഡി ആണോ? നിങ്ങൾ എക്സാമിന് ടാക്കിൾ ചെയ്യാൻ റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഹൗ ഇസ് യുവർ പ്രിപ്പറേഷൻസ്? ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്തോ, കുഴപ്പമില്ല. കാഷ്വൽ ആയിട്ട് പറഞ്ഞാൽ മതിയടാ. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നൊന്നുമില്ല. ജസ്റ്റ് കാഷ്വൽ ആയിട്ട് പറഞ്ഞ എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ പോണത്. ലൈക്ക് സ്റ്റിൽ എന്ന കൺഫ്യൂഷൻ ആണോ? ടാക്സ് പാസ് ആവോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടോ? ആർക്കെങ്കിലും അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ടോ? ലൈക്ക് ഞാൻ ഈ എക്സാം പാസ് ആവോ, അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ അഗെയിൻ പറയാണ്, നമുക്കിത് കുറച്ചും കൂടി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാം. ജസ്റ്റ് ഡോണ്ട് സ്റ്റേ സൈലന്റ്. നിങ്ങൾ മാക്സിമം റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ, ജസ്റ്റ് ഒരു നോർമൽ ക്വസ്റ്റ്യൻ അല്ലേ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ആർക്കും അങ്ങനത്തെ പേടികളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. തിയറി ഏരിയാസ് ആർ ലെഫ്റ്റ്, മേജർലി ദ വാറ്റ് ഏരിയാസ്, പെനാൾട്ടി റേറ്റ്. ഓക്കെ, ഫൈൻ. സോ ബേസിക്കലി എനിക്ക് ഇനി അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ മാരത്തോൺ സെഷൻ കൊണ്ട് വാട്ട് ആർ യു എക്സ്പെക്ടിങ്? ഓക്കെ, ഇതിപ്പോ ഞാൻ ബേസിക്കലി എന്റെ ഒരു പ്ലാനും കൊണ്ട് നിങ്ങളടുത്ത് കൊണ്ടുവന്നിട്ട് ആ പ്ലാൻ പ്രസന്റ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഐ തിങ്ക് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ഈ ഒരു സെഷന്, അതെനിക്ക് തരാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ലൈക്ക് ഇൻക്രീസ് ദ വാല്യൂ. അതാണ് എനിക്ക് കുറച്ചും കൂടെ തോന്നുന്നത്. സോ ലൈക്ക് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിടാം, എന്താണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് മാരത്തോൺ സെഷൻ കൊണ്ട് ലൈക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്? ഐ ഓൾറെഡി ഹാവ് എ പ്ലാൻ, ഇല്ല എന്നല്ല പറയുന്നത്. ബട്ട് നിങ്ങളുടെ പ്ലാനും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഇനിയുള്ള 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാം. സോ ടെൽ മീ, എന്താണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്? ഹോണസ്റ്റ്ലി, എക്സ്ട്രാ പ്രാക്ടീസ്, റെപ്പറ്റേഷൻ ഓഫ് ടോപ്പിക്സ്, യാ, ഡെഫിനറ്റ്ലി അതാണ് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ്. സോ ഒരാൾ പറയുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് നമുക്ക് മൂവ് ചെയ്യണം. ബിക്കോസ് ടോപ്പിക്സ് ഇനിയും നമ്മളിങ്ങനെ ലൈക്ക് ഓക്കെ, ഞാൻ ഇന്ന് പറയുകയാണ്, നാളെ നമ്മൾ ഇൻകം ടാക്സ് ആണ് ലൈക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, റിവൈസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഞാൻ ഫ്രം ദ സ്റ്റാർട്ട് ടു എൻഡ് ഇൻകം ടാക്സ് പറയുന്നതിനേക്കാളും മെച്ചം ഐ തിങ്ക് ലൈക്ക് നമ്മൾ കുറച്ചും കൂടെ എന്താണ് ടഫർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി ബെറ്റർ, റൈറ്റ്? യാ. സോ യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലേക്ക് ഫോക്കസ് ചെയ്യും. An overall summary of each area along with tax planning of section C questions. ഡെഫിനറ്റ്ലി അതാണ് എന്റെ അടുത്ത പോയിന്റ്. നമ്മൾ ഈ 2 ദിവസം കുറച്ചും കൂടെ ഓക്കെ, അതായത് കുറച്ചധികം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സ് പ്ലാനിങ് സെക്ഷൻസ് ആണ്. ഓക്കെ, സോ ഇതിൽ എല്ലാവർക്കും ടാക്സ് പ്ലാനിങ് എന്താന്നുള്ളത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോടാ? ടാക്സ് പ്ലാനിങ്, ടാക്സ് പ്ലാനിങ് സെഷൻസ്, എനിവൺ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കേട്ടിട്ടുണ്ടാവാം, യെസ്. കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിറ്റ് ലേറ്റ്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ കേട്ടിട്ടുണ്ടാവണം ടാക്സ് പ്ലാനിങ്. ബട്ട് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ്, നമ്മൾ നാളെ 2 ദിവസം കൊണ്ട് ടാക്സ് പ്ലാനിങ് സെറ്റ് ആക്കിയിട്ടേ പോകുന്നത്. യെസ്, മിനിമൈസിങ് ടാക്സ് ലീഗലി, അങ്ങനെ നമുക്ക് പറയാം. എടാ, ഇത് ആകെ 2 പേര് റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാവരും എവിടെ? ബാക്കി എല്ലാവരും റെസ്പോണ്ട് ചെയ്തടാ.
പറഞ്ഞേടാ, നിങ്ങൾ ഓരോരുത്തരുടെ എക്സ്പെക്ടേഷൻസ് പറഞ്ഞു, ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പെക്ടേഷൻസ് പറയുന്നുണ്ട്. ബേസിക്കലി ഈ ഒരു സെഷൻ കൊണ്ട് നിങ്ങൾക്കാണ് ഉപകാരം ഉണ്ടാവേണ്ടത് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ് പറഞ്ഞാലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. സോ എല്ലാവരും നിങ്ങൾ പറഞ്ഞേടാ, എന്താണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെറുതെ ലിങ്ക് കിട്ടിയപ്പോ കയറിയിരുന്നതാണോ? Yes, ma'am. It's like implementing the knowledge of all the chapters into one question. Definitely, yes. എടാ, ബാക്കിയുള്ളവർ ഒന്ന് റെസ്പോണ്ട് ചെയ്തേടാ, പറഞ്ഞേ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണോ, ഓറൽസ് ടോപ്പിക്കിന്റെ റിവിഷൻ ആണോ, ഓറൽസ് ഇനി വേറെ എന്തെങ്കിലും ആണോ, എക്സാം ടിപ്സ് ആണോ, ഓറൽസ് നിങ്ങൾക്ക് എക്സാം സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഡീൽ ചെയ്യാം എന്നാണോ, ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. ആൻഡ് ഞാൻ ഒരു കാര്യം എന്ന് പറയാം, ഇന്നത്തെ സെഷൻ നമ്മൾ അധികം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഫോക്കസ് ചെയ്യുന്നില്ല, അധികം നമ്മൾ ടോപ്പിക് റിവിഷൻ ഒന്നും ഫോക്കസ് ചെയ്യുന്നില്ല. ഇന്നത്തെ സെഷൻ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. എനിക്ക് നിങ്ങൾക്ക് കുറച്ച് ടിപ്സ് തരണം, അടുത്ത 10 ഡേയ്സിലേക്കുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് റെഡിയാക്കി തരണം. ആൻഡ് അതേപോലെ ഇനിയുള്ള 2-3 ദിവസം നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തൊക്കെ റിവൈസ് ചെയ്തിട്ട് അടുത്ത 2-3 ദിവസം സെഷൻസിൽ കയറണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷൻ എടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ ബേസിക്കലി ഞാൻ ഇന്ന് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇന്ന് ഇൻകം ടാക്സ് ആണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവും, നിങ്ങൾ ചിലപ്പോൾ വാറ്റിലായിരിക്കാം, IST-യിലായിരിക്കാം, CGT-യിലായിരിക്കാം. ഓക്കെ, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരിക്കും. സോ ബേസിക്കലി ഇന്നത്തെ സെഷൻ ഇസ് ജസ്റ്റ് സിമ്പിൾ. എനിക്ക് എന്റെ എക്സ്പെക്ടേഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും കുറച്ച് കോമൺ ആയിട്ട് നിങ്ങൾ ടാക്സ് എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ലൈക്ക് കുറച്ച് കീ ടിപ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇന്ന് ബേസിക്കലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 2-3 മന്ത്സ് ആയിട്ട് നിങ്ങൾ ഫുൾ കുറെ ഫോർമുലാസും ടാക്സ് റേറ്റ്സും കുറെ ക്വസ്റ്റ്യൻസും അങ്ങനെയും ഇങ്ങനെയും കുറേ നിങ്ങൾ നമ്പേഴ്സ് ഒക്കെ മൈൻഡിൽ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയായിരിക്കും അല്ലെ? സോ ബേസിക്കലി ഇന്നത്തെ ദിവസം നമുക്ക് ഒരു 1 hour എന്ത് ചെയ്യാം, നമുക്ക് കുറച്ചൊന്ന് മൈൻഡ് റിലാക്സ് ചെയ്യാം. ഓക്കെ, ബിക്കോസ് മൈൻഡ് റിലാക്സ് ചെയ്യുക അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് എന്താ പറയാ ഫ്രഷ് ആക്കി വെക്കുക എന്നുള്ളതും എന്താണ്, എക്സാമിന് നമ്മൾ പഠിക്കുന്ന അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മെന്റൽ ഹെൽത്തും പ്രോപ്പർ ആക്കി വെക്കുക എന്നുള്ളത് അല്ലെ? ഓക്കെ, സോ എനിക്ക് ജസ്റ്റ് എന്ത് ചെയ്യണ്ട, നിങ്ങൾക്ക് കുറെ ടോപ്പിക്സ് നിങ്ങളുടെ തലയിൽ ഡംപ് ചെയ്തിട്ട് അല്ലെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ തലയിൽ ഡംപ് ചെയ്തിട്ട് എനിക്ക് പോകണമെന്നില്ല. ലെറ്റ്സ് ബേസിക്കലി മേക്ക് ദിസ് കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആക്കിയിട്ട് കുറച്ചും കൂടെ നിങ്ങൾക്കും ഫ്രീ ആയിട്ട് തോന്നുന്ന ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. കാരണം അടുത്ത 10 ദിവസത്തിൽ എക്സാം ആണ്, നിങ്ങൾ എന്തായാലും സ്ട്രെസ്ഡ് ആയിരിക്കും, നിങ്ങൾ എന്തായാലും ടെൻഷനിലായിരിക്കും. ഇത് ഇനിയിപ്പോ എന്താവും, എസ്പെഷ്യലി ടാക്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി സബ്ജക്ട്സ് കമ്പയർ ചെയ്യുമ്പോൾ ടാക്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു എല്ലാവരും. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ, ടാക്സിന്റെ ഒരു പ്രശ്നം എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? കുറെ അധികം ടോപ്പിക്സ് ഉണ്ട്, അപ്പൊ അതെല്ലാം ക്വസ്റ്റ്യനിലൊക്കെ കണക്ട് ചെയ്ത് എഴുതാൻ പറ്റത്തില്ല ചില സമയത്ത്. നമുക്ക് അറിയായിരിക്കും, പക്ഷെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ആ സമയത്ത് കത്തത്തില്ല ചില സമയത്ത്. യാ 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 അതാണ് ഒരു പ്രശ്നം. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ടാക്സിന്? ടൂ മെനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സത്യം കേട്ടോ, കുറേ റൂൾസ് ഉണ്ട്, കുറേ റെഗുലേഷൻസ് ഉണ്ട്, കുറേ ടാക്സ് റേറ്റ്സ് ഉണ്ട്, ബേസിക്കലി കുറേ നമ്പേഴ്സ് ഉണ്ട് നമുക്ക് അല്ലെ? ഓക്കെ, അപ്പൊ ബേസിക്കലി ഇത് രണ്ടാണ് നിങ്ങളുടെ ടാക്സിന്റെ എന്തെന്ന് പറയുന്നത് പ്രശ്നം എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ കണ്ടന്റ് അത്യാവശ്യം ഉണ്ട്. ഓക്കെ, അതായത് ബേസിക്കലി നമുക്ക് ടാക്സിൽ പഠിക്കാനുള്ള കണ്ടന്റ് കുറച്ച് വലുതാണ്. ആൻഡ് ഈ കണ്ടന്റിൽ തന്നെ കുറെ ടാക്സ് റേറ്റുകളാണ്, കുറെ നമ്പേഴ്സ് ആണ്. ലൈക്ക് ദർ ആർ സോ മെനി നമ്പേഴ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പേഴ്സണൽ അലവൻസ് എന്ന് പറയുന്നത് ഒരു നമ്പർ ആണ്, ആനുവൽ അലവൻസ് എന്ന് പറയുന്നത് വേറൊരു നമ്പർ ആണ്, BADRന് ലിമിറ്റ് ഉണ്ട്, അങ്ങനെ കുറെ 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 നമ്പേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ പെനാൽറ്റീസിന്റെ കേസിൽ വരുമ്പോൾ ദർ ആർ എ ലോട്ട് ഓഫ് പെർസെന്റേജസ്, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്ഡപ്പ് ആയി പോകാൻ ഒരുപാട് ചാൻസസ് ഉള്ള പെർസെന്റേജ് ഉണ്ട്. ഇനി ഇതൊന്നും പോരാണ്ട് നമുക്ക് എന്തുണ്ട്, ഓരോ ടാക്സിന്റെ ലിമിറ്റേഷൻസും ബാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ എനിക്കറിയാം നിങ്ങൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് അല്ലെങ്കിൽ ഇനിയുള്ള 10 ദിവസം നിങ്ങൾ ഇതിന്റെ മുകളിൽ തന്നെ ആയിരിക്കും ഇരിക്കാൻ പോകുന്നത്. സോ ബേസിക്കലി ഇന്നൊരു ദിവസം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് നമുക്ക് എന്താ പറയാ, ബേസിക്കലി ജെൻസി ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ചില്ലായിരിക്കാം. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഇന്ന് ഭയങ്കര ഇന്റൻസീവ് ആയിട്ട് വെസ്റ്റേൺ പ്രാക്ടീസിലേക്ക് മൂവ് ചെയ്യണോ, നിങ്ങൾ പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ബേസിക്കലി ദിസ് സെഷൻ നിങ്ങൾക്കാണ് ബെനിഫിറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ പറഞ്ഞു എന്റെ ആസ് ഓഫ് നൗ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ്, ലൈക്ക് കുറച്ചും കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാം, റൈദർ ദാൻ എന്താണ് കുറെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒറ്റയടിക്ക് ചെയ്യുന്നതിന് പകരം. നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോടാ ആർക്കെങ്കിലും? ഓക്കെ, എന്ന് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ, എന്ന് നമ്മുടെ ടോപ്പിക്സ് റിവൈസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? സോ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, ഇല്ല, ഫൈൻ. സോ നമ്മൾക്ക് ഏകദേശം ഒരേ ലെവലിലാണ് പോണേന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ,
ബേസിക്കലി ഞാൻ ഈ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ലൈക്ക് സബ്ജക്റ്റിന്റെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ആ ടിപ്സിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോവാം. അപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ടാക്സിന് ഈ ഒരു നമ്പർ എന്താണ് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻ വന്നതുകൊണ്ട് ഇത് എവിടേക്ക് എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ആർക്കെങ്കിലും ടാക്സ് പഠിച്ചിട്ട് ATX എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ടാക്സ് ഇഷ്ടമായിട്ട് ATX എടുക്കാനുള്ള പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ടാക്സ് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോടാ? നോട്ട് അറ്റ് ഓൾ. ഓക്കെ. വേറെ ആർക്കെങ്കിലും ATX എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? എനിവേ ഫൈൻ. വേറെ ആർക്കും പ്ലാൻ ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ ബട്ട് എക്സ്ട്രാ പ്രാക്ടീസിന് ജോയിൻ ചെയ്തതാണ്. ഓക്കെ ഫൈൻ. അപ്പോ യാ, ഈ ഒരു പ്രശ്നം നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യണം അല്ലെ. ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഏറ്റവും ബേസിക് പ്രശ്നം നിങ്ങൾ പറഞ്ഞതുപോലെ നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതാണ് ഇതാണ്. സോ എങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാം? നമുക്കൊരു ടാക്സ് ടേബിൾ അവൈലബിൾ ആണ് എക്സാമിന് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഒരു ടാക്സ് ടേബിൾ നമുക്ക് എക്സാമിന് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ എക്സാം അറ്റാച്ച്മെന്റ്സിൽ അത് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ എന്തൊക്കെ ബൈഹാർട്ട് ചെയ്യണം, എന്തൊക്കെ ബൈഹാർട്ട് ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയോ? ഈ ഒരു സമയം കൊണ്ട് ഏകദേശം ഒരുവിധം ആൾക്കാർ അത് കണ്ടിട്ടുണ്ടാവണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫസ്റ്റ് പ്രോബ്ലം തന്നെ എന്ത് ചെയ്യാം, സോൾവ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, സോ ബേസിക്കലി ഞാൻ ഇവിടെ ഒരു ലൈക്ക് ഒരു മോക്ക് എക്സാം എടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്ക് ഈ ഒരു എക്സാം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് നിങ്ങളുടെ ഈ പറഞ്ഞ ടാക്സ് ടേബിൾ അല്ലെങ്കിൽ ടാക്സിന്റെ കുറെ ഫോർമുലാസും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്നുള്ളത് പറഞ്ഞു തരാം. ആരുടെയും ഫസ്റ്റ് സ്കിൽ എക്സാം അല്ലല്ലോ? ആരുടെയെങ്കിലും ഫസ്റ്റ് സ്കിൽ എക്സാം ആണോടാ? എനിവൺ ആരുടെയും ഫസ്റ്റ് സ്കിൽ എക്സാം ആണോ? നോ. യെസ്. ഓക്കെ. ജസ്ലിന് എങ്ങനെ തോന്നുന്നു ഫസ്റ്റ് സ്കിൽ പേപ്പർ? ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടോ, കെ ലെവൽ തന്നെയാണ് ബെറ്റർ, അല്ലെങ്കിൽ സ്കിൽ ലെവൽ ഒരു രസമില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ ജസ്ലിന്? ജസ്ലിൻ ഫസ്റ്റ് ടൈം ആണ് സ്കിൽ എന്ന് പറഞ്ഞു, സോ അതുകൊണ്ടാണ് ചോദിച്ചത്. എനിവേസ്, അപ്പോ ഫസ്റ്റ് എക്സാം ടൈം എഴുതി കഴിയാൻ ലൈക്ക് പറയും. ഇങ്ങനെ എക്സാം എഴുതി കഴിയുമ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാം. എന്നാലും പഠിച്ചത് വെച്ചിട്ട് എങ്ങനെയുണ്ട്? ക്ലാസ്സസിന്റെ സ്ട്രക്ചേഴ്സ് ആയാലും എല്ലാം എങ്ങനെയുണ്ട്? അത് കുഴപ്പമില്ല, അത്യാവശ്യം ഒക്കെ ആയിട്ട് തോന്നുന്നു. കെ ലെവലായിരുന്നു കുറച്ചുകൂടെ എളുപ്പം, എന്നാലും ഇത് വലിയ വിഷയമില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. സോ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു കുറേ ഇൻഫർമേഷൻ ഉള്ളതുകൊണ്ട് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായി. അപ്പൊ നമ്മുടെ ടാക്സ് ടീം തന്നെ അല്ലെങ്കിൽ ACCA ടീം എന്ത് ചെയ്തു, നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇതാണ് നിങ്ങളുടെ എക്സാം വിൻഡോ എന്ന് പറയുന്നത്. ഹോപ്പ്ഫുള്ളി എല്ലാവരും ഇതുമായിട്ട് ഫെമിലിയർ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ എക്സാം വിൻഡോയുടെ നമ്മുടെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം? മാം ഹെൽപ്പ്. സ്ക്രീൻ ഷെയറില് പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ് ഓൺ. ജസ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് നിങ്ങളുടെ എക്സാം വിൻഡോ. എല്ലാവരും ഇതുമായിട്ട് ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതിന്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഒരു ടാക്സ് ടേബിൾസ് എന്നുള്ള സാധനം കാണാം. ഓക്കെ, സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ടാക്സിൽ, അതായത് നിങ്ങളുടെ എന്താ പറയാൻ പോണേ, നിങ്ങളുടെ ലൈഫ് സേവർ ആണ് ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് ആയിരിക്കും കാണാൻ പറ്റുക. ആൻഡ് ഈ ഡോക്യുമെന്റിൽ ടാക്സ് ടേബിൾസ് എന്ന് പറഞ്ഞ ടാബിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടാക്സ് റേറ്റ്സുകൾ കാണാം. ഓക്കെ, നമ്മുടെ ഇൻകം ടാക്സിലെ ബേസിക് ബാൻഡ് എന്ന് പറയുന്നത് 1 മുതൽ 37,700 വരെയാണ് നമ്മുടെ ഇൻകം ടാക്സിന്റെ റേറ്റ്. ഓക്കെ, നമുക്ക് ബേസിക്കലി സേവിങ്സ് ഇൻകത്തിന്റെയും നോൺ സേവിങ്സ് ഇൻകത്തിന്റെ ഒക്കെ റേറ്റ് ഓർമ്മയുണ്ടാവും. പക്ഷെ നമ്മൾ മിക്കവാറും മറന്നു പോകുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഡിവിഡൻഡ് ഇൻകത്തിന്റെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ബേസിക്കലി ഞാനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഈ സേവിങ്സിന്റെയും നോൺ സേവിങ്സിന്റെയും ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തറിയാം, ഓക്കെ, ഈ 20, 40, 45 എന്നുള്ള സാധനം അറിയാം. പക്ഷെ ചിലപ്പോ നമുക്ക് എന്ത് വരാൻ ചാൻസസ് ഉണ്ട്, ഈ ഡിവിഡൻഡ് റേറ്റ്സിൽ കൺഫ്യൂഷൻസ് വരാൻ ചാൻസസ് ഉണ്ട്. സോ നമുക്കിവിടെ ഡിവിഡൻഡ് റേറ്റ്സ് തന്നിട്ടുണ്ട്. സോ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ,
ഇനി അതേപോലെ നമ്മുടെ നിൽ റേറ്റ് ബാൻസ്, ഓക്കെ, നിൽ റേറ്റ് ബാൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് പേഴ്സണൽ അലവൻസിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. അതിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ നോളജ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഈ 1260 ട്രാൻസ്ഫറബിൾ എമൗണ്ട്, ഓക്കെ, നിങ്ങൾക്ക് എന്താ ഈ സംഭവം എന്ന് അറിയാലോ. അതായത് പി എയുടെ ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വി കോൾ ഇറ്റ് ആസ് മാരേജ് അലവൻസ് അല്ലെ. ഓക്കെ, അപ്പോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, 12,570 ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ 1260 കുറയ്ക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? നമ്മൾ പേഴ്സണൽ അലവൻസ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വെറുതെ ഞാൻ റാൻഡംലി ചോദിച്ചതാട്ടോ, നിങ്ങൾ എത്രത്തോളം പ്രിപ്പയർ ആയി എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് ഈ 1000 വോയിസ് ബ്രേക്ക് ആണോടാ? വോയിസ് ബ്രേക്ക് ഉണ്ടോടാ? ഇല്ല മാം. ഓക്കെ, ഇങ്ങ പറഞ്ഞേ, നമ്മുടെ ട്രാൻസ്ഫറബിൾ പി എ നമ്മൾ ഈ 1260 നമ്മുടെ പി എന്ന് കുറയ്ക്കുകയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ആണോ നമ്മൾ ചെയ്യാറ് പി എ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ? പറഞ്ഞേ മക്കളെ. ട്രാൻസ്ഫർ ചെയ്യുന്ന ആരോ ആളുടെ PL ചെയ്യും, എന്നിട്ട് അത് ഡിഡക്റ്റബിൾ ആവും. ട്രാൻസ്ഫർ ചെയ്യുന്ന ആളുടെ പി എ ഡിഡക്റ്റബിൾ, ലൈക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ആൾക്ക് അത് ഡിഡക്റ്റബിൾ ആവും. ഓക്കെ, മൈ ക്വസ്റ്റൻ ഇസ്, നമ്മൾ ഈ 1260 തന്നെയാണോ ഡിഡക്ട് ചെയ്യുന്നത്? അല്ല, അതിന്റെ ടാക്സ് എമൗണ്ട് ഏത് ബാൻഡ്? ഓക്കെ, അത് എത്രയായിരിക്കും എമൗണ്ട് വരിക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, ഓർമ്മയുണ്ടോ എത്രയാ എമൗണ്ട് എന്നുള്ളത്? ബാൻഡ് അനുസരിച്ച് ഇപ്പൊ 20% ആണെങ്കിൽ 252. ഓക്കെ, ഇത് 40% ആണെങ്കിൽ മാറുമോ? ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പി എ എന്ന് പറയുന്നത് എപ്പോഴും എത്രയാണ്? 1260യുടെ 20%, വിച്ച് ഇസ് ഈക്വൽ ടു 252. ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ എവിടെ നിന്നാണ് ഡിഡക്ട് ചെയ്യുക? Is it from the PA straightly or somewhere else? ടാക്സ് പറഞ്ഞേ, ലയബിലിറ്റി. എവിടെ നിന്ന് നമ്മൾ ഈ സാധനം സോറി, ടാക്സ് ലയബിലിറ്റി കുറയ്ക്കും, ഫൈനൽ ടാക്സ് ലയബിലിറ്റി. നമ്മൾ ഫൈനൽ ടാക്സ് ലയബിലിറ്റി ഇത് കുറയ്ക്കും. അപ്പം ഇതിങ്ങനെ നിങ്ങൾക്ക് പറയുമ്പോൾ എന്തായിരിക്കും? ലൈക്ക് ഓക്കെ, നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പം ഇങ്ങനത്തെ പോയിന്റ്സ് മറക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന എമൗണ്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് പി എ റെഡ്യൂസ് ആവുന്ന കേസും കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. 100,000ന്റെയും 125, 140ന്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ പി എ റെഡ്യൂസ് ആവും. ആൻഡ് റെസിഡൻസ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് എങ്ങനെയാ തോന്നുന്നത്? ഈ ഒരു ടോപ്പിക് ഭയങ്കര ഈസി ടോപ്പിക് ആണോ, കൺഫ്യൂസിങ് ആണോ, എങ്ങനെയാ തോന്നുന്നത് നിങ്ങൾക്ക്? എന്തായാലും റെസിഡൻസ് സ്റ്റാറ്റസ് ഒരു 2 മാർക്സ് ഓർ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. ഒരു MCQ എങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളുടെ സെക്ഷൻ സിയിൽ ഒരു സബ് ക്വസ്റ്റ്യൻ ആയിട്ടും എന്ത് ചോദിക്കാം? റെസിഡൻസ് സ്റ്റാറ്റസ് ചോദിക്കാം. സോ ബേസിക്കലി ഈ റെസിഡൻസ് സ്റ്റാറ്റസ് ചിലപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ റൂൾസ് ഇവിടെ പ്രോപ്പർലി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഒരു സാധനം നിങ്ങൾ നോക്കുക. ഓക്കെ, ആൻഡ് നമ്മൾ ആദ്യം തന്നെ ടൈസ് ടെസ്റ്റിലേക്കാണോ പോവുക? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് അവേ ടൈസ് ടെസ്റ്റിലേക്കാണോ പോവുക, അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ വേറെ എന്തെങ്കിലും നോക്കൂ? ഒരാളുടെ റെസിഡൻസ് ലൈക്ക് UK റെസിഡന്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കുറച്ച് എന്തുണ്ട്, ലൈക്ക് വി ഹാവ് സം ക്രൈറ്റീരിയാസ്, വി ഹാവ് സം ടെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, ഒരാള് UK റെസിഡന്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് അവേ മറ്റേ സഫിഷ്യന്റ് ടൈസ് ടെസ്റ്റിലേക്ക് പോവുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ വേറെ ഏതെങ്കിലും ജസ്റ്റ് ടെസ്റ്റ് കൺസിഡർ ചെയ്യൂ? വേറെ 2 ടെസ്റ്റ് കൺസിഡർ ചെയ്യും. ഏതൊക്കെ 2 Automatic ടെസ്റ്റാണ് നമ്മൾ test ഉം കൺസിഡർ ചെയ്യാം? ഓട്ടോമാറ്റിക് ടെസ്റ്റും പിന്നെ യെസ്, അതായത് ഓട്ടോമാറ്റിക്കലി UK റെസിഡന്റ് ആണോ, ഓട്ടോമാറ്റിക് ഓവർസീസ് ആണോ എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സഫിഷ്യന്റ് ടൈസിലേക്ക് പോവുക. കാരണം സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ഏരിയ ആണ് ഇത്. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ഓട്ടോമാറ്റിക് ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിലേക്ക് വരാം. ആൻഡ് ദെൻ വി ഹാവ് ചൈൽഡ് ബെനിഫിറ്റിന്റെ പെർസെന്റേജസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് ഇത് മൊത്തം ഞാൻ പറഞ്ഞു പോകുന്നില്ല, എന്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ ടാക്സിന്റെ സിലബസിലെ ഓൾമോസ്റ്റ് എല്ലാ പെർസെന്റേജസും ഓക്കെ നിങ്ങൾക്ക് എവിടെ കാണാം? നിങ്ങളുടെ ടാക്സ് ടേബിൾസിന്റെ ഈ ഒരു ലിസ്റ്റിൽ കാണാം. ആൻഡ് കാർ ബെനിഫിറ്റിന്റെ പെർസെന്റേജ് ഈ വർഷം മാറിയത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ. ലൈക്ക് ഈ ജൂൺ സെഷനിൽ നിങ്ങളുടെ ടാക്സ് റേറ്റ്സ് മാറിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ?
കമ്പയർ ടു ദ പ്രീവിയസ് സെഷൻ. ഈ സെഷനിൽ നിങ്ങളുടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടാക്സ് റേറ്റ്സ് മാറിയിട്ടുണ്ട്. അപ്പം ഒരു ഏരിയ സ്പെസിഫിക്കലി ഇൻകം ടാക്സിലെ റേറ്റ് മാറിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാർ ബെനിഫിറ്റും ഫ്യൂവൽ ബെനിഫിറ്റും ആണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ലൈക്ക് ആരെങ്കിലും റിപ്പീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അതൊന്ന് എന്ത് ചെയ്യുക, മൈൻഡിൽ വെക്കുക കേട്ടോ. ഇൻ കേസ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഡു റെഫർ ദിസ്. അതിനൊരു മടിയും വിചാരിക്കേണ്ട, ഇത് റെഫർ ചെയ്യാം. ഓക്കെ, കാരണം ഈ ഇലക്ട്രിക് റേഞ്ച് ഒക്കെ നമുക്ക് ഓർത്തു വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. സോ എന്ത് ചെയ്യുക, ഡൗട്ട്സ് ഉള്ളതൊക്കെ ഇതിലേക്ക് നോക്കി പോവാം. ഫ്യൂവൽ ബെനിഫിറ്റിന്റെ പെർസെന്റേജസ്, എമൗണ്ട് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. വാൻ ബെനിഫിറ്റ്സിന്റെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ISAസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. റെന്റർ, റൂം റിലീഫ്, പെൻഷൻസിന്റെ കാര്യം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ, നമ്മുടെ കോർപ്പറേഷൻ ടാക്സിന്റെ റേറ്റ്സ്, അപ്പർ ലിമിറ്റ്സ്, ലോവർ ലിമിറ്റ്സ്, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഫ്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് AIA, എൻഹാൻസ്ഡ് ക്യാപിറ്റൽ അലവൻസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കണം എന്നുള്ള പ്രശ്നം ഈ ഒരു ഡോക്യുമെന്റ് കൊണ്ട് സോൾവ് ആവുന്നതാണ് ഞാൻ നമ്മൾ വിശ്വസിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡോക്യുമെന്റ് എപ്പോഴും എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിൽ എക്സാം എഴുതിക്കോ. ലൈക്ക് ഡൗട്ട്സ് വന്നാൽ നിങ്ങൾക്ക് ഇത് നോക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ എക്സാം എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻസ് നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാം. ബേസിക്കലി ടാക്സ് എക്സാമിന് എല്ലാവരും നേരിടുന്ന പ്രശ്നം ഈ ഒരു പെർസെന്റേജ് മറന്നുപോയി, ആ ഒരു എമൗണ്ട് മറന്നുപോയി, ഇതാണെന്നുള്ളതാണ്. അപ്പൊ ബേസിക്കലി ഈ ഒരു ഡോക്യുമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, എപ്പോഴും ഇതിലേക്ക് റെഫർ ബാക്ക് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ളത് ഞാൻ പറയുന്നില്ല, ഈ ഒരു സാധനം എടുത്ത് നോക്കണം എന്നൊന്നും പറയുന്നില്ല, ലൈക്ക് ഇതെടുത്ത് സമയം കളയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് കൺഫ്യൂഷൻസ് ഉള്ളത് ഇതിൽ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, കാരണം ഒരു പെർസെന്റേജോ ഒരു പോയിന്റോ മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസേഴ്സ് തെറ്റാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ വെറുതെ മാർക്ക് കളയാതെ എന്ത് ചെയ്യാം, ഓക്കെ, ആ കൺഫ്യൂഷൻസ് ഉള്ളത് ഇവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് സോർട്ട് ഔട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് NIC എന്നുള്ളൊരു സാധനം ആക്ച്വലി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മാത്രം പഠിച്ചാൽ മതി. ബിക്കോസ് ഇവിടെ NICയുടെ ലിമിറ്റ് തന്നിട്ടുണ്ട്, പെർസെന്റേജ് തന്നിട്ടുണ്ട്. എംപ്ലോയി NIC ആണെങ്കിൽ, എംപ്ലോയർ ആണെങ്കിൽ, ക്ലാസ് 1A ആണെങ്കിൽ, ക്ലാസ് 4 ആണെങ്കിൽ ഒക്കെ പെർസെന്റേജസ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ എന്ത് ചെയ്യുക, NIC ഒക്കെ നിങ്ങൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇതിന്റെ മാർക്കൊന്നും കളയുന്നില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോ നമ്മുടെ മേജർ പ്രശ്നം ഇവിടെ സോൾവ് ഔട്ട് ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏകദേശം നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയോടാ? എനിക്ക് തോന്നുന്നു പകുതി ആൾക്കാർക്കും അറിയായിരിക്കും. ബട്ട് സ്റ്റിൽ ആരെങ്കിലും പുതിയതാണെങ്കിൽ, ഈ റെക്കോർഡിങ്സ് കാണുന്ന ആർക്കെങ്കിലും ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എന്തായാലും ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക. ഫൈൻ, ആ പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അതെങ്ങനെ യൂസ് ചെയ്യണം, അതെങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, സോ ഇനി ബേസിക്കലി മാർക്ക് അലോക്കേഷൻ. ഓക്കെ, ഒരു എക്സാമിലെ സിലബസ് അറിയണം, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അത് ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏതൊക്കെ ഏരിയാസ് നിന്ന് ഏതൊക്കെ മാർക്കിന് ഏതൊക്കെ സെക്ഷൻസിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പം ഇത് എത്ര പേർക്ക് അറിയും, എത്ര പേർക്ക് അറിയില്ല, ചിലപ്പോൾ ഇത് കേട്ടിട്ടുണ്ടാവാം, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എക്സാമിന് എത്ര സെക്ഷൻസ് ഉണ്ടടാ? നിങ്ങളുടെ ടാക്സ് എക്സാമിന് ബേസിക്കലി എത്ര സെക്ഷൻസ് ഉണ്ട്? ABCDE എത്ര സെക്ഷൻസ് ആണ് നിങ്ങളുടെ ടാക്സ് എക്സാമിനുള്ളത്? പറഞ്ഞേ, എക്സാമിന് എത്ര സെക്ഷൻസ് ഉണ്ട്? സെക്ഷൻ ABCD 5 സെക്ഷൻസ് ആണോ ഉള്ളത്? 6 എണ്ണം ഉണ്ടോ? 2 ആണോ? എത്ര സെക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ എക്സാമിന്? 3 സെക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ് നിങ്ങളുടെ 3 സെക്ഷൻസ്? സെക്ഷൻ A MCQ ആയിരിക്കും, സെക്ഷൻ B എന്ന് പറയുന്നത് MTQ ആണ്, ആൻഡ് സെക്ഷൻ C ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഏതാണ്? നമ്മുടെ ലൈക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് എന്നല്ല, ലൈക്ക് എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലേ? ഓക്കെ, ഇനി ഇൻകം ടാക്സ് ഇതിൽ ഏതൊക്കെ സെക്ഷൻസിലാണ് ടെസ്റ്റ് ചെയ്യാന്നറിയോ? നമുക്ക് ഇൻകം ടാക്സ് Aയിലും Bയിലും Cയിലും വരുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രമാണോ ടെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയോ? A and C. ഓക്കെ, അപ്പം ഇതിനൊരു ക്ലാരിറ്റി ഞാൻ തരാം. ഏതൊക്കെ ടോപ്പിക്സ് ഏതൊക്കെ സെക്ഷൻസിൽ ടെസ്റ്റ് ചെയ്യും എന്നുള്ളത് ആദ്യം നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ കുറച്ചും കൂടെ സുഖം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം. നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരെ 2 സെക്ഷൻസിലാണ്. സെക്ഷൻ Aയിലും സെക്ഷൻ Cയിലും മാത്രമേ എന്ത് വരുള്ളൂ, ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. നിങ്ങൾ കിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം? ഇൻകം ടാക്സിന്റെ സെക്ഷൻ B ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ഞാൻ സ്ട്രോങ്ലി പറയാണ്, സെക്ഷൻ Bയിൽ ഒരിക്കലും ഇൻകം ടാക്സ് ടെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, സെക്ഷൻ Bയിൽ ഒരിക്കലും ഇൻകം ടാക്സ് ടെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ
കിറ്റിലെ സെക്ഷൻ എയും സെക്ഷൻ സി ക്വസ്റ്റ്യൻസും മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വോളിയം ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, കുറയ്ക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇൻകം ടാക്സിൽ നിങ്ങൾ സെക്ഷൻ എ പ്രാക്ടീസ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ, ഓക്കെ, ഇനി ഇങ്ങോട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, സെക്ഷൻ എ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫോക്കസ് ഓൺ സെക്ഷൻ സി. ബിക്കോസ് ഇത് പറയാനുള്ള കാരണം, സെക്ഷൻ സിയിലെ ഓരോ അഡ്ജസ്റ്റ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ സെക്ഷൻ സിയിൽ ചിലപ്പോൾ നമുക്കൊരു കാർ ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ കാർ ബെനിഫിറ്റ് ആണ് ആക്ച്വലി എന്ത് സെക്ഷൻ എയിലെ 2 മാർക്കിന് ചോദിക്കാറ്. ഇനിയിപ്പോ ഫോർ എക്സാമ്പിൾ ലിവിംഗ് അക്കോമഡേഷൻ, ഓക്കെ, ലിവിംഗ് അക്കോമഡേഷൻ ബെനിഫിറ്റ് എന്നുള്ള ഒരു കാൽക്കുലേഷൻ ചിലപ്പോൾ നമുക്ക് സെക്ഷൻ സിയിൽ വന്നേക്കാം. ഓക്കെ, ലിവിംഗ് അക്കോമഡേഷൻ എന്തായാലും 15 മാർക്കിന് ചോദിക്കില്ല. അപ്പൊ ഇതിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ബേസിക്കലി 2-3 മാർക്സ് ആയിരിക്കും. ഈ സെയിം സാധനം തന്നെയാണ് എവിടെയും നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, സെക്ഷൻ എയിലും ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സെക്ഷൻ സി നിങ്ങൾ ഫുള്ളി പഠിച്ചിട്ടുണ്ട്, ഓക്കെ, നിങ്ങൾ സെക്ഷൻ സി നല്ല വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെക്ഷൻ എ എന്ന് പറയുന്നത് മച്ച് ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻ എ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ആരെങ്കിലും സെക്ഷൻ എ ഒന്നും പ്രോപ്പർലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോക്കസ് ടു മച്ച് ഓൺ സെക്ഷൻ എ, എന്ത് ചെയ്യുക, സെക്ഷൻ സിയിലേക്ക് കൂടുതലും ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഇനി അതേപോലെ ഇൻകം ടാക്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട് ഈ 4 ടോപ്പിക്സിൽ. ഏത് ടോപ്പിക്കാണ്? കോർപ്പറേഷൻ, CGT, IST, VAT. ഇൻകം ടാക്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്, അതേതാ? ലൈക്ക് ഇൻകം ടാക്സിന്റെ കുറേ പ്രൊവിഷൻസും കുറേ റൂൾസും വരുന്ന ഒരു ടോപ്പിക് ഉണ്ട് ഇതിൽ. അത് CGT ആണോ, IST ആണോ, കോർപ്പറേഷൻ ടാക്സ് ആണോ, VAT ആണോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? ഇൻകം ടാക്സിൽ കോർപ്പറേഷൻ ടാക്സ്, യെസ്. കോർപ്പറേഷൻ ടാക്സിൽ നമ്മുടെ ഇൻകം ടാക്സിന്റെ 1/4 റൂൾസും നമുക്ക് എവിടെയുണ്ട്? കോർപ്പറേഷൻ ടാക്സിലുണ്ട്. ഓക്കെ, കുറച്ച് ഡിഫറൻസ് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇൻകം ടാക്സ് നിങ്ങൾ പഠിച്ചൊന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, കോർപ്പറേഷൻ ടാക്സിൽ ഐ വുഡ് സേ ഹാഫ് ഓഫ് ദ മാർക്സ് നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോ മേക്ക് ഷുവർ ദാറ്റ് ഇൻകം ടാക്സ് നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇൻകം ടാക്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഹാഫ് ഓഫ് ദ പോർഷൻസ് നമ്മൾ കംപ്ലീറ്റഡ് ആണ്. ഇൻകം ടാക്സ് നിങ്ങൾക്ക് വൃത്തിക്ക് അറിയുന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് വിൽ ബി ഡെഫിനറ്റ്ലി ഈസി ഫോർ യു. അപ്പൊ നിങ്ങളുടെ കോർപ്പറേഷൻ ടാക്സും എന്തായി, ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയി തുടങ്ങി. ഇനി കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സെക്ഷൻസിലാണ് ചോദിക്കുന്നത് പറഞ്ഞേ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ സെക്ഷൻസിലാണ് ചോദിക്കുക എന്നുള്ളത്? സെക്ഷൻ എയിലും സെക്ഷൻ സിയിലും എങ്ങനെയാണോ ഇൻകം ടാക്സ് ടെസ്റ്റ് ചെയ്യുന്നത് സെയിം രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, കോർപ്പറേഷൻ ടാക്സിന്റെ ടെസ്റ്റിംഗും വരുന്നത്. അതായത് കോർപ്പറേഷൻ ടാക്സിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സെക്ഷൻ സിയിലും സെക്ഷൻ എയിലും മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. സെക്ഷൻ ബി, ഓക്കെ, സെക്ഷൻ ബിയിൽ ഒരിക്കലും കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് വരില്ല. സോ ഡോണ്ട് ഡു സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് ഇൻ യുവർ കിറ്റ്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെയും ഒഴിവായി കിട്ടും. ആൻഡ് ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇൻകം ടാക്സ് പ്രോപ്പർലി പഠിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കോർപ്പറേഷൻ ടാക്സ് എന്തായിരിക്കും, ഈസി ആയിരിക്കും. ആൻഡ് നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ വേറൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും ഞാൻ പറഞ്ഞു കുറെയൊക്കെ സിമിലർ ആണ്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ട്രേഡിംഗ് ഇൻകം ആണ് നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഇൻകം ടാക്സ് ഒന്ന് പഠിച്ച് സെറ്റ് ആക്കുക. എന്നിട്ട് സൈമൾട്ടേനിയസ്ലി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, കോർപ്പറേഷൻ ടാക്സിന്റെ ട്രേഡിംഗ് ഇൻകത്തിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ കോമൺ പോയിന്റ്സ് നിങ്ങൾക്ക് കാണാം, കുറച്ച് ഡിഫറൻസസും കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഡിഫറൻസസ് നോട്ട് ഡൗൺ ചെയ്ത് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോർപ്പറേഷൻ ടാക്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും, കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. അതായത് ജസ്റ്റ് ഒരു നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, ഒരു നോട്ടിൽ വൺ സൈഡിൽ നിങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുക, അത് അതർ സൈഡ് നിങ്ങൾ എന്ത് കൊടുക്കുക, കോർപ്പറേഷൻ ടാക്സ് കൊടുക്കുക. എന്നിട്ട് ഇപ്പം ട്രേഡിംഗ് ഇൻകത്തിന്റെ പല പല ആസ്പെക്ട്സ് നമ്മൾ പഠിച്ചു പോകുമ്പോൾ ചിലപ്പോൾ ട്രേഡിംഗ് ഇൻകത്തിന്റെ കുറെ റൂൾസ്, ലോസിന്റെ സെറ്റ് ഓഫ് റൂൾസ് ചിലപ്പം ഇൻകം ടാക്സിലും കോർപ്പറേഷൻ ടാക്സിലും സിമിലർ ആയിരിക്കും. അപ്പൊ അങ്ങനെ സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് സിമിലർ എന്ന് എഴുതുക, ഡിഫറൻസ് ഉള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ലൈക്ക് ഇപ്പൊ ഡിഫറൻസസ് നമ്മൾ സെപ്പറേറ്റ്ലി നോട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇത് ഇൻകം ടാക്സിൽ ഇങ്ങനെയായിരുന്നു, കോർപ്പറേഷൻ ടാക്സിൽ വരുമ്പോൾ ഇത് മാറും എന്നുള്ള സാധനം നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടും. ഓക്കെ, അപ്പൊ അതങ്ങനെ കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഏകദേശം ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സ് ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് ടോപ്പിക്സ് അറിയുന്നത് കൊണ്ട് തന്നെ ഈ കമ്പാരിസൺ ടേബിൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഒരു റിവിഷനും കൂടി ആയിരിക്കും. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ഒരു സെൽഫ് ടെസ്റ്റിംഗും കൂടി ആയിരിക്കും. എന്ത്, ഇൻകം ടാക്സിൽ ഇന്ന ഇന്ന സാധനങ്ങളായിരുന്നു, അത് കോർപ്പറേഷൻ ടാക്സിലേക്ക് വരുമ്പോൾ ഇന്ന ഇന്ന ചേഞ്ചസിലേക്ക് വന്നു എന്നുള്ളത്. ഓക്കെ, ഒരു മേജർ ഡിഫറൻസ് പറയാൻ പറ്റൂ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും തമ്മിൽ? എന്തെങ്കിലും ഒരു ഡിഫറൻസ് പറയാൻ പറ്റുമോ നമുക്ക് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും തമ്മിൽ?
ഒരു മേജർ ഡിഫറൻസ് എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത്, നിങ്ങൾ എന്തായാലും ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും പഠിച്ചിട്ടുണ്ടാവും. സോ ബേസിക്കലി ഇൻകം ടാക്സിലും കോർപ്പറേഷൻ ടാക്സിലും നിങ്ങൾ നോട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ബേസിക് ഡിഫറൻസ്? റേറ്റ്സ് റേറ്റ്സ് ഡിഫറെന്റ് ആണ്, ഓഫ് കോഴ്സ്. ഈ ടാക്സ് നമ്മൾ അസസ് ചെയ്യുന്ന ബേസിസ് പീരീഡോ സെയിം ആണോ രണ്ടിനും? അല്ല, അതും ഡിഫറെന്റ് ആണ്. യെസ്, ഇൻകം ടാക്സിൽ നമ്മൾ ടാക്സ് ഇയറിന്റെ ബേസിസിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ടാക്സിൽ നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ടാക്സ് അസസ് ചെയ്യുന്നത്? ബിസിനസിന്റെ അക്കൗണ്ടിങ് പീരീഡ്. യെസ്, ബിസിനസിന്റെ അക്കൗണ്ടിങ് പീരീഡ് ആണ്. അപ്പൊ അങ്ങനത്തെ ഡിഫറൻസ് ഒക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ. ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സെക്ഷൻസ് പറഞ്ഞു. ആൻഡ് ലെറ്റ്സ് കം ടു CGT, IHT ആൻഡ് VAT. അപ്പൊ സെക്ഷൻ എയിലും സെക്ഷൻ സിയിലും എന്തൊക്കെ വരും എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. ഇനി സെക്ഷൻ ബിയിൽ, ഓക്കെ, സെക്ഷൻ ബിയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് CGT, IHT ആൻഡ് VAT. ഈ CGT, IHT ആൻഡ് VAT സെക്ഷൻ എയിലും ടെസ്റ്റ് ചെയ്യും, അതേപോലെ സെക്ഷൻ ബിയിലും ടെസ്റ്റ് ചെയ്യും. പക്ഷേ ഇതൊരിക്കലും എവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല? സെക്ഷൻ സിയിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ CGT, IHT ആൻഡ് VAT എന്ത് ചെയ്യാൻ പോകുന്നില്ല? ഒരിക്കലും സെക്ഷൻ സിയിൽ ടെസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ CGTയുടെയും IHTയുടെയും വാറ്റിന്റെ ഒന്നും സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം എന്ന് തന്നെ ഇല്ല. സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് എന്ത് ചെയ്യുക? കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാം. ഇവിടെയും ഞാൻ പറയും സെക്ഷൻ എ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ഈ ഒരു മൊമെന്റിലാണ് ഞാൻ പറയുന്നത്. ഇനി അങ്ങോട്ടുള്ള 10 ദിവസം സെക്ഷൻ ബി, ഓക്കെ, CGT, IHT ആൻഡ് വാറ്റിന്റെ സെക്ഷൻ ബി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ എന്തായിരിക്കും? ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ക്യാച്ചപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ എയിലും സെക്ഷൻ സിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ. CGT, IHT ആൻഡ് വാറ്റിന്റെ ക്വസ്റ്റ്യൻസ് സെക്ഷൻ എ ആൻഡ് ബിയിലും മാത്രമേ ഉണ്ടാവുള്ളൂ, സെക്ഷൻ സിയിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇനി സെക്ഷൻ സിയിൽ നമുക്കറിയാം 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെയല്ലേ നമ്മുടെ അലോക്കേഷൻ വരുന്നത്? ഇങ്ങനെയാണ് നമ്മുടെ അലോക്കേഷൻ വരുന്നത്. സോ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഇൻകം ടാക്സിന്റെ ആണ് സെക്ഷൻ സിയിലെ 15 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇൻകം ടാക്സിന്റെ ആണെങ്കിൽ സെക്ഷൻ സിയിലെ വേറൊരു 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സ്റ്റിൽ ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അവിടെ ബാക്കി കിടക്കുന്നുണ്ട്. ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക് എന്നായിരിക്കും? ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക് എന്നായിരിക്കും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനി ഐഡിയ? യെസ്, ടാക്സ് പ്ലാനിങ്. ആരെങ്കിലും ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? യെസ്. എങ്ങനെ തോന്നുന്നു ടാക്സ് പ്ലാനിങ്? ഈസി ആണോ? കുഴപ്പമില്ല. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരാൾ ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേൾക്കുന്നത്. ബാക്കി എല്ലാവരുടെയും ആൻസേഴ്സ് ടാക്സ് പ്ലാനിങ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഓർ ടാക്സ് പ്ലാനിങ് ഭയങ്കര ടഫ് ആയിട്ട് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, യാ. സോ ബേസിക്കലി ടാക്സിൽ ഏറ്റവും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ബേസിക്കലി ടാക്സ് പ്ലാനിങ് ആണ്. അപ്പോ നാളത്തെ സെഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ടാക്സ് പ്ലാനിങ് ആണ്. ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. അതായത് ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ ബെനിഫിഷ്യൽ. ടാക്സ് പോയിന്റ് ഓഫ് വ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തിട്ട്, ഓക്കെ, ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ ബിസിനസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തെന്ന് പറയുന്നത് ബെറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ടാക്സ് പ്ലാനിങ്ങിൽ എപ്പോഴും നമുക്ക് ഏറ്റവും കുറഞ്ഞ ടാക്സ്, ഓക്കെ, ഏറ്റവും ടാക്സ് എങ്ങനെ മിനിമൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടാക്സ് സേവിങ്സ് ഏറ്റവും കൂടുതൽ നമുക്ക് ഏത് ഓപ്ഷനിലാണ് ഉണ്ടാക്കാൻ പറ്റുക, അങ്ങനെയുള്ള ഏരിയാസ് ആണ് എന്തെന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചതും കോർപ്പറേഷൻ ടാക്സിന്റെ ഒക്കെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ, അതിന്റെ റിയൽ ലൈഫിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ അടുത്ത് ഒരാൾ വരികയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ജെറിൻ എന്റെ അടുത്ത് വരികയാണ് എന്ന് അസ്യൂം ചെയ്യാം. ഞാനൊരു ടാക്സ് കൺസൾട്ടന്റ് ആണ്. ജെറിൻ എന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ, അപ്പം ജെറിന് വേണമെങ്കിൽ അതൊരു സോൾട്ട് ട്രേഡിംഗ് ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോവാം, ഓറൽസ് അതൊരു പാർട്ട്ണർഷിപ്പ് ആയിട്ട് മുന്നോട്ട് പോവാം, ഓറൽസ് അതൊരു കോർപ്പറേഷൻ, ഒരു കമ്പനി ആയിട്ട് മുന്നോട്ട് പോവാം. പറ്റില്ല? ഇങ്ങനെ ഒരു 3 ഓപ്ഷൻസ് നമുക്കില്ലേ? നിങ്ങൾ BTയിലും ലോയിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോൾട്ട് ട്രേഡിംഗ്, പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ കമ്പനി എന്നുള്ള രീതിക്കൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ ടാക്സിൽ പഠിച്ചിട്ടുണ്ട്
ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾ ബിസിനസ് റൺ ചെയ്യുമ്പോഴും കമ്പനി ആയിട്ട് ബിസിനസ് റൺ ചെയ്യുമ്പോഴും അതിന് കിട്ടുന്ന പ്രോഫിറ്റ്സിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് എന്താണ്, ഡിഫറെന്റ് ആണ്. ആ കാര്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ടാണ് ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് എന്നുള്ളൊരു വ്യത്യാസം ഉള്ളത്. ഓക്കെ, അപ്പൊ ജെറിൻ എന്നോട് പറയാണ്, ജെറിന് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? ജെറിന് എന്തെങ്കിലും ബിസിനസ്? Kind of, to be honest. സോറി, ഈ കേട്ടില്ല, വോയിസ് ഇത് ഇപ്പൊ കേക്കാവോ? ഓ യാ കേക്ക്. അതെ, ബേസിക്കലി ഇത് കഴിഞ്ഞിട്ടൊരു ചെറിയ രീതിയിൽ ഫ്രൂട്ടറിംഗ് ബിസിനസ് തുടങ്ങിയാലോന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കെ ACCയുടെ തന്നെ സബ്ജക്ട്സ് കഴിയുമ്പോൾ. സോ ഐ ഗെസ് ഇറ്റ്സ് പ്രീറ്റി ഓബ്വിയസ്. യാ ഓക്കെ ഫൈൻ. ഇപ്പൊ ജെറിനോട് വന്നിട്ട്, ജെറിന് അത് പാർട്ട്ണർഷിപ്പ് ആയിട്ട് തുടങ്ങാനാണോ, സോൾ ട്രേഡിംഗ് ആണോ, ഓറൽസ് ഒരു കമ്പനി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാനാണോ, ഇങ്ങനെ താല്പര്യം? സ്റ്റാർട്ടിങ് obviously sole trader, and then as I expand, പറഞ്ഞ പോലെ പാർട്ണർഷിപ്പോ ഇൻകോർപ്പറേഷനോ, ജസ്റ്റ് ബേസിക് ബിസിനസ്, ജസ്റ്റ് ആ ഒരു ഇതില്. ഓക്കെ ഫൈൻ. ഇപ്പോ ജെറിന് എന്തായാലും ബിസിനസ് തുടങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട്. നമുക്ക് കറക്റ്റ് ആളെ തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഫൈൻ. സോ ജെറിന് എന്നോട് വന്ന് ചോദിക്കുകയാണ്, എനിക്ക് ഇങ്ങനെയാണ് പ്ലാൻ. ഒന്നില്ലെങ്കിൽ ഞാൻ സോൾ ട്രേഡിംഗ് ആയിട്ട് തുടങ്ങാനാണ് എനിക്ക് പ്ലാൻ, അല്ലെങ്കിൽ പിന്നെ എന്റെ മുന്നിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കമ്പനിയാണ്. ഞാൻ എന്തായാലും പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് ചെയ്യാം. ഓക്കെ. എന്നിട്ട് ജെറിൻ എന്നോട് ചോദിക്കുകയാണ്, ഈ സോൾ ട്രേഡിംഗ് ബിസിനസ് ആയിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവില് എന്തെങ്കിലും ടാക്സ് സേവ് ചെയ്യാൻ പറ്റുമോ, അല്ല ഞാൻ ഇനി കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണോ എനിക്ക് ടാക്സ് സേവ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, ഇതാണ് ജെറിൻ എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ബീങ് എ ടാക്സ് അഡ്വൈസർ, ഞാൻ എന്ത് ചെയ്യും, സോൾ ട്രേഡിംഗ് ആയിട്ട് ജെറിൻ ഈ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്സിന് എങ്ങനെ ടാക്സ് കൊടുക്കണം, ഇതിന് കിട്ടുന്ന ലൈക്ക് പ്രോഫിറ്റ്സിൽ NIC കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വൺ സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്യും. ദ അതർ സൈഡിൽ ഞാൻ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, ജെറിൻ ഈ ബിസിനസ് ഒരു കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രോഫിറ്റ്സിന് എങ്ങനെ ടാക്സ് കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് റിയൽ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ ജെറിനോട് പറയും, നീ ഒരു സോൾ ട്രേഡിംഗ് ആയിട്ട് നടത്തുകയെന്നുണ്ടെങ്കിൽ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിനക്ക് ആക്ച്വലി 5,000 ബെനിഫിറ്റ് കിട്ടും. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, സോൾ ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാക്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു $20,000, സോറി, ഒരു $20,000 ജെറിന് എന്ത് വരുന്നുണ്ട്, ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നുണ്ട്. ജെറിന്റെ ഭയങ്കര കാര്യമായിട്ടുള്ള ബിസിനസ് ആണ് കേട്ടോ. അത്രയും ടേൺ ഓവർ ഉള്ള ബിസിനസ് ആയതുകൊണ്ട് ജെറിന് എന്ത് വരും, ടാക്സിന് 20,000 പേ ചെയ്യേണ്ടി വരും ഇഫ് ഇറ്റ് സോൾ ട്രേഡിംഗ്. എന്നിട്ട് ഞാൻ പറയാണ്, കമ്പനി ആയിട്ട് ജെറിന് ഒരു സാധനം ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ആ ബിസിനസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ജെറിന് വരുന്ന ടാക്സ് എന്ന് പറയുന്നത് 25,000 ആണ്. അപ്പൊ ഒബ്വിയസ്ലി ജെറിന് ഏത് ഓപ്ഷൻ ആയിട്ട് പോകും, 20,000 ടാക്സ് കൊടുക്കുന്ന ഓപ്ഷൻ ആയിട്ട് പോവോ, ഓറൽസ് 25,000 ടാക്സ് കൊടുക്കുന്ന ഓപ്ഷൻ ആയിട്ട് പോവോ? പ്യുവർലി ടാക്സ് പെർസ്പെക്ടീവിൽ ആലോചിക്കുക. വേറെ കുറെ പെർസ്പെക്ടീവ്സ് ഉണ്ടാവും, അതെനിക്കറിയാം. പക്ഷെ ടാക്സ് പെർസ്പെക്ടീവിൽ ആലോചിച്ചിട്ട് നിങ്ങൾ ഏത് ഓപ്ഷൻ ആയിട്ട് മുന്നോട്ട് പോകും? പേയിങ് 25,000 ഓർ പേയിങ് 20,000? അതായത് സോൾ ട്രേഡിംഗ് ആയിട്ട് മുന്നോട്ട് പോവോ, പാർട്ട്ണർഷിപ്പ് ഐ മീൻ കമ്പനി ആയിട്ട് മുന്നോട്ട് പോവോ? Obviously the 20,000. 20,000 ആയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകും. സോ ഇതാണ് ബേസിക്കലി നിങ്ങൾ എവിടെ ചെയ്യുന്നത്, ടാക്സ് പ്ലാനിങ്ങിൽ ചെയ്യുന്നത്. അതായത് ഇൻകം ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു, കോർപ്പറേഷൻ ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഇനി ഒരാൾ നിങ്ങളോട് വന്ന് ചോദിക്കുകയാണ് ഏതാണ് ബെറ്റർ, ഓക്കെ ഏതിലാണ് എനിക്ക് കൂടുതൽ ടാക്സ് സേവിങ്സ് കിട്ടുക എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ടാക്സ് പ്ലാനിങ്ങിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ബേസിക്കലി അവിടെ നിങ്ങളുടെ ബ്രെയിൻ കുറച്ചും കൂടി എന്ത് ചെയ്യേണ്ടി വരും, വർക്ക് ചെയ്യേണ്ടി വരും. മൾട്ടിപ്പിൾ പോയിന്റ്സിൽ കൂടെ നിങ്ങളുടെ ബ്രെയിൻ എന്ത് ചെയ്യേണ്ടി വരും, കൊണ്ടുപോകേണ്ടി വരും. ആൻഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, ഇതാണ് നിങ്ങൾ ATXൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ATXൽ നിങ്ങൾ അധികം കാൽക്കുലേഷൻസ് ആയിരിക്കില്ല, ലൈക്ക് ഹൗ ടു കാൽക്കുലേറ്റ് എന്നുള്ളതല്ല നിങ്ങൾ ATXൽ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ATXൽ പഠിക്കുക ഇങ്ങനെ ടാക്സ് സേവിങ്സ്. ഇപ്പൊ നിങ്ങൾ K ലെവലിൽ, ഇപ്പൊ ഞാൻ ഒരു ACCയുടെ ഫ്ലോ പറഞ്ഞുതരാം. ഓക്കെ, K ലെവലിൽ നിങ്ങൾ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് പഠിക്കുന്നത്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദ സ്കിൽ ലെവൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, ആ ബേസിക് ആയിട്ടുള്ള തിയറി, ഓക്കെ ആ ബേസിക് ആയിട്ടുള്ള തിയറി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കാൽക്കുലേഷൻസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, ആണല്ലോ? യെസ്. ഇനി P ലെവലിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്തായി P ലെവൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചും കൂടി ഒരു ഹയർ പൊസിഷനിലേക്ക് എത്തി, ലൈക്ക് നിങ്ങൾ എന്താണ് ഒരു മാനേജർ പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒരു അഡ്വൈസർ പൊസിഷനിലേക്ക് നിങ്ങൾ പോവാണ്. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയായിരിക്കും, യു ആർ എ മാനേജർ, നിങ്ങളുടെ അസോസിയേറ്റ് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു, അങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. സോ ബേസിക്കലി
നിങ്ങളുടെ പി ലെവലിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഈ ടൈപ്പ് ഓഫ് അഡ്വൈസറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. അത് SBR ആയിക്കോട്ടെ, ATX ആയിക്കോട്ടെ, SBL ആയിക്കോട്ടെ, ആൻഡ് AFM ആയിക്കോട്ടെ, AAA ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നിങ്ങൾ അവിടെ കുറച്ചും കൂടി ഇന്റലക്ച്വലി അഡ്വൈസ് കൊടുക്കുന്ന ഒരാളായിട്ടാണ് മാറുക. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺസെപ്റ്റ്സ് ആയിട്ടും കാൽക്കുലേഷൻസ് ആയിട്ടും എല്ലാം എന്തായിരിക്കണം, വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ടാക്സ് പ്ലാനിങ്ങിലേക്ക് വരിക. ആൻഡ് മിക്കവാറും സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സ്, CGT, IST, VAT ഒക്കെ ഭയങ്കര കാര്യമായിട്ടിരുന്ന് പഠിക്കും. പക്ഷെ ടാക്സ് പ്ലാനിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അധികം ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. സോ ബേസിക്കലി നാളെ നമ്മൾ എന്ത് ചെയ്യാണ്, ടാക്സ് പ്ലാനിങ് ഫോക്കസ് ചെയ്യാണ്. ആൻഡ് ടാക്സ് പ്ലാനിങ് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻകം ടാക്സും കവർ ആവും, ബേസിക്കലി എന്തും കവർ ആവും, കോർപ്പറേഷൻ ടാക്സും കവർ ആവും. ബിക്കോസ് ബേസിക്കലി ടാക്സ് പ്ലാനിങ്ങിൽ എന്താണ്, ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സിന്റെ കോമ്പിനേഷൻസ് ആണ് വരുന്നത്. സോ ബേസിക്കലി നാളെ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ടാക്സ് പ്ലാനിങ് ഒന്ന് പക്കയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും വാല്യൂ അഡീഷൻ വേണം. ഞാൻ ചുമ്മാ ഇൻകം ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടോ കിറ്റിലെ കോർപ്പറേഷൻ ടാക്സിന്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടോ ഒരു വാല്യൂ അഡീഷൻ നിങ്ങൾക്ക് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. സോ മൈ പ്ലാൻ ഇസ് ദാറ്റ് നാളെ നമ്മൾ ടാക്സ് പ്ലാനിങ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സെക്ഷൻ സി, ടാക്സ് പ്ലാനിങ്ങിന്റെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നാളെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ടാക്സ് പ്ലാനിങ്ങിന്റെ സെക്ഷൻ സി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്ക് ഇൻകം ടാക്സിന്റെ റിവിഷനും കിട്ടും, ആൻഡ് അതിന്റെ കൂടെ തന്നെ കോർപ്പറേഷൻ ടാക്സിന്റെ റിവിഷൻസും കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നാളെ ടാക്സ് പ്ലാനിങ് സെറ്റ് ആക്കി എടുക്കാം. സോ ദാറ്റ്സ് ദ പ്ലാൻ ഫോർ ടുമോറോ. ആൻഡ് മറ്റന്നാൾ നമ്മൾ കുറച്ചും കൂടെ CGT, IST, VAT ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോൾ ഐ വോണ്ട് യു ടു പ്രോപ്പർലി റിവൈസ് ഇൻകം ടാക്സ് ആസ് വെൽ ആസ് കോർപ്പറേഷൻ ടാക്സ്. ഓക്കെ, ഈ രണ്ടെണ്ണവും പ്രോപ്പർലി റിവൈസ് ചെയ്തിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാളത്തെ സെഷൻ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ വെറുതെ മൂഡിൽ നോക്കി ഇരിക്കേണ്ടി വരും. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് നാളെ വരുമ്പോൾ ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ് എന്ത് ചെയ്യുക, തറോ ആക്കിയിട്ട് വരാം. ആൻഡ് നാളത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് എന്തായാലും ടാക്സ് പ്ലാനിങ് സെറ്റ് ആക്കി എടുക്കാം. കപ്ലാൻ ഓർ BPP ഇമ്പോർട്ടൻറ്റ്, അത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നാളത്തെ സെഷനോടെ ടാക്സ് പ്ലാനിങ് നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ബിക്കോസ് ആ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. വൺസ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ വൺസ് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈസി ആയിട്ട് മാർക്ക് കളയാൻ പറ്റുന്ന രീതിയാണ് ടാക്സ് പ്ലാനിങ്. സോ ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് ഈ ഒരു സെഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് പ്ലാനിങ് സെറ്റ് ആക്കി എടുക്കാം എന്നുള്ളത്. റെഡി അല്ലേ എല്ലാവരും? ടാക്സ് പ്ലാനിങ് നമുക്ക് നാളെ കൊണ്ട് റെഡി ആക്കി എടുക്കാം. Yes, ma'am. ഓക്കെ, അപ്പോ ബാക്കിയുള്ള സെഷൻസ് അല്ലെങ്കിൽ മാരത്തോൺസിനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസ് കുറച്ചും കൂടെ ലൈക്ക് ആക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട്. ഗുഡ്, നാളെയും ഇതേപോലെ ആക്റ്റീവ് ആയിട്ട് നിൽക്കുക. ഓക്കെ, സോ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഇസ് കപ്ലാൻ ഓർ BPP ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറയാം, സെക്ഷൻ സി ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കപ്ലാനിലും BPP-യിലും സെയിം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ലൈക്ക് റേദർ ദാൻ ഒരു 4-5 ക്വസ്റ്റ്യൻസിൽ മേ ബി ഡിഫറൻസ് ഉണ്ടാവാം. ബട്ട് സെക്ഷൻ സി, കപ്ലാൻ ആൻഡ് BPP is the same, and same with the case of സെക്ഷൻ ബി. കാരണം സെക്ഷൻ ബിയും സിയും കപ്ലാനിലും BPP-യിലും പാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറയും, നിങ്ങൾ കൺസെപ്റ്റ്സ് ഒക്കെ ഒരുവിധം നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗോ ഫോർ BPP. കാരണം BPP-യിൽ കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് ഞാനിത് സെക്ഷൻ A ക്വസ്റ്റ്യൻസിനാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും സ്റ്റഡി ഹബ്ബത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും സ്റ്റഡി ഹബ്ബ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? Yes. യെസ്. സ്റ്റഡി ഹബ്ബിലെ സെക്ഷൻ A ആണോ, B ആണോ, C ആണോ, ഏതാ പ്രാക്ടീസ് ചെയ്തേ? രണ്ടും ചെയ്തിട്ടുണ്ട്. സെക്ഷൻ A ആൻഡ് B ഓൺലി. ഓക്കെ, രണ്ടും ചെയ്തിട്ടുണ്ട്. ജെറിൻ ഫുൾ പ്രിപ്പയർഡ് ആണെന്ന് തോന്നുന്നു. ഇനി എക്സാം കിട്ടിയാൽ മതി, പേപ്പർ കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഇതിലാന്ന് തോന്നുന്നുണ്ട് ജെറിൻ. ഏയ് ഞാൻ എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞില്ല ഇത് എക്സ്ട്രാ പ്രാക്ടീസിന് ഇവിടെ കയറിയിരിക്കണതാ. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഓക്കെ, എനിവേ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ചില എക്സാം സെഷൻസിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്റ്റഡി ഹബിലെ സെക്ഷൻ സിയിലും സെക്ഷൻ ബിയിലെ ചില ക്വസ്റ്റ്യൻസ് അതേപോലെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. മാം സ്റ്റഡി ഹബാണ് കാണിക്കുന്നെങ്കിൽ സ്ക്രീനിൽ ഇപ്പോഴും PPT ആട്ടോ. അല്ല, ഞാൻ സ്റ്റഡി ഹബ് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയൂ കേട്ടോ. സ്റ്റഡി ഹബ് നമുക്ക് നാളത്തേക്ക് കാണിക്കാം. ഓക്കെ, ഇല്ല കുഴപ്പമില്ല, സോറി മൈ ബാഡ്. അപ്പോ എന്താടാ കേട്ടില്ല? അയ്യോ ഇല്ല ഒന്നുമില്ല, ഞാൻ സോറി പറഞ്ഞ വേറെ ഒന്നുമില്ല. ഓക്കെ 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 ഫൈൻ. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, സ്റ്റഡി ഹബിലെ ചില ക്വസ്റ്റ്യൻസ് അതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്,
ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കപ്ലാനും BPPയും ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചധികം ടൈപ്പ് ഓഫ് എന്താ പറയാ, കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്റ്റഡി ഹബിലെ സെക്ഷൻ B and C ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഞാൻ ഇങ്ങനെ 1-2 സെഷൻസിൽ കണ്ടിട്ടുണ്ട്, സ്റ്റഡി ഹബിൽ 1-2 ക്വസ്റ്റ്യൻസ് അതേപോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ നമ്മളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് എല്ലാം കഴിഞ്ഞതാണെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. അല്ലാണ്ട് എന്താ പറയാ, ലൈക്ക് ഓക്കെ ഞാനത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഇനി ചാടി കയറി സ്റ്റഡി ഹബിൽ എല്ലാ ക്വസ്റ്റ്യൻസും റാൻഡംലി ഇങ്ങനെ നോക്കാൻ പോവണ്ട. നിങ്ങൾ 2 കിറ്റും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം സ്റ്റഡി ഹബിലേക്ക് ഇനി പോയി നോക്കുക കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ലാസ്റ്റ് മിനിറ്റില് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കറിയാം ഇനി 10 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ ക്വസ്റ്റ്യൻസും ഇനി വലിച്ചുവാരി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അപ്പോ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ കുറച്ചും കൂടെ ടാർഗറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ലിസ്റ്റ് ഞാൻ എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നോ ഇഷ്യൂസ്. അപ്പം ഇൻകം ടാക്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, ഇനി സ്റ്റഡി ഹബിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ മാത്രം സ്റ്റഡി ഹബിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഇനി അതേപോലെ കോർപ്പറേഷൻ ടാക്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, ഓക്കെ, സെക്ഷൻ സിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ ഇൻകം ടാക്സിൽ നമുക്ക് ട്രേഡിംഗ് ഇൻകത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. എംപ്ലോയ്മെന്റ് ഇൻകം എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ലോസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊന്നൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അതായത് ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പിക്ക് ഔട്ട് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലോസിന്റെ ക്വസ്റ്റ്യൻസ്, ലോസിന്റെ ഏരിയ കവറപ്പ് ചെയ്യാൻ പറ്റും, പിന്നെ എംപ്ലോയ്മെന്റ് ഇൻകത്തിന്റെ ഏരിയ കവറപ്പ് ചെയ്യാൻ പറ്റും, ട്രേഡിംഗ് ഇൻകത്തിന്റെ ഏരിയ കവറപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ ഏരിയാസും നിങ്ങൾക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഓക്കെ, അതായത് പിക്ക് ഔട്ട് ചെയ്തിട്ടുള്ളത്. സെയിം വിത്ത് ദ കേസ് ഓഫ് കോർപ്പറേഷൻ ടാക്സ്. ആൻഡ് ജസ്റ്റ് എ മിനിറ്റ്. ഇനി ടാക്സ് പ്ലാനിങ്ങിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടാക്സ് പ്ലാനിങ്ങിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മുടെ കപ്ലാനിലും BPPയിലും ഒക്കെ, പക്ഷെ അതെല്ലാം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു 9 ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാം ചെയ്തില്ലെങ്കിലും ഈ ഒരു 9 എണ്ണം ചെയ്തു എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഈ ഒരു 9 എണ്ണത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ടാക്സ് പ്ലാനിംഗ് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, ഏതൊക്കെ വെറൈറ്റിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, അങ്ങനെ എല്ലാ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോട്ട് ജസ്റ്റ് ഇപ്പം എല്ലാം ഇൻകം ടാക്സ് വേഴ്സസ് കോർപ്പറേഷൻ ടാക്സ് എന്നുള്ള രീതിക്കല്ല ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. ടാക്സ് പ്ലാനിംഗ് നിന്ന് എങ്ങനെയൊക്കെ ഡിഫറെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും, അതൊക്കെ ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു 9 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 9 ക്വസ്റ്റ്യൻസിന്റെ ഫോമാറ്റ്, ഞാൻ പറയുന്നത് സെയിം ക്വസ്റ്റ്യൻസ് എക്സാമിന് വരുന്നല്ല, ഈ ഒരു 9 ക്വസ്റ്റ്യന്റെ ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് വരാം, എക്സാമിന് വരുന്നുണ്ടാവാം. സോ ദാറ്റ് നിങ്ങൾക്ക് ഒന്നും എഴുതാൻ പറ്റുന്നതിനെക്കാട്ടും കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടാക്സ് പ്ലാനിങ് ചിലപ്പോൾ നിങ്ങൾക്ക് 10-ൽ 10 കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ചിലപ്പോൾ ഒരു 8 ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ പക്ഷെ ആ കിട്ടുന്ന മാർക്ക് എന്ത് ചെയ്യാതിരിക്കാം, കളയാതിരിക്കാൻ നോക്കുക. അതിന് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. വാറ്റില് ഓക്കെ, ഞാൻ പറഞ്ഞു സ്റ്റഡി ഹബ്ബിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റഡി ഹബ്ബ് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ വാറ്റില് നിങ്ങൾ സ്റ്റഡി ഹബ്ബിൽ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹയർ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് അതേപോലെ CGT, ഇതൊക്കെ സെക്ഷൻ B ക്വസ്റ്റ്യൻസ് ആണ്, A അല്ല, സെക്ഷൻ B ക്വസ്റ്റ്യൻസ് ആണ്, വാറ്റ്, CGT ആൻഡ് IHTയുടെ. അപ്പോ വാറ്റിന്റെയും CGTയുടെയും IHTയുടെയും സ്റ്റഡി ഹബ്ബിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് 35 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇൻ ടോട്ടൽ ഇത് മൊത്തം 35 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പൊ ഈ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രോപ്പർലി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 35 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആണ്, ചെയ്തിട്ട് കിട്ടുന്നുണ്ട്, ഈ ഒരു 35-ൽ നിങ്ങൾക്ക് ഒരു 25 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാമിന് റെഡി ആണ്.
നിങ്ങൾക്ക് സ്ട്രേറ്റ് അവേ പോയിട്ട് എക്സാം എഴുതാം, നോ ഇഷ്യൂസ്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഈ ഒരു 35 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും എന്തായി കിട്ടും, കവറപ്പ് ആയി കിട്ടുകയും ചെയ്യും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ 10 ദിവസം അവിടുന്ന് ഇവിടുന്നും എന്താ പറയാ, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം, എന്ത് ചെയ്യണം, ഇനി എങ്ങനെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവാം. സോ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു 35 ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു വാല്യൂ അഡീഷൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ എന്തായാലും എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് സെഷൻ മെല്ലെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ്, ഞാനൊരു ലോങ് സെക്ഷൻ ആക്കി എടുക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ബട്ട് സംസാരിച്ചു വന്നപ്പോൾ ലൈക്ക് 1 മണിക്കൂർ ആയിട്ടുണ്ട്. എനിവേസ് ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ക്വറീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ട്ലി വൈൻഡപ്പ് ചെയ്യാം. അപ്പോ ഇനിയുള്ള 10 ദിവസത്തേക്ക് ഞാൻ ചെറിയൊരു പ്ലാന് പറഞ്ഞു തരാം. ഇനിയുള്ള 10 ദിവസത്തിൽ നമുക്കറിയാം ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് റിവൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോ ലൈക്ക് ഞാൻ ഇങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യുക, ഇൻകം ടാക്സിന് ഒരു 2 ദിവസം എടുക്കാം. ഓക്കെ, ഇൻകം ടാക്സിന് ഒരു 2 ദിവസം എടുക്കുക. ആ 2 ദിവസത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട രീതിക്ക് പ്ലാൻ ടൈലർ ചെയ്യാം. ലൈക്ക് ഷുഡ് യു ഫോക്കസ് മോർ ഓൺ ദ ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില ഏരിയാസ് ഡൗട്ട് ഉള്ളതുണ്ടാവും. ഫോർ എക്സാമ്പിൾ ലോസ് എന്നൊക്കെ പറയുന്ന ഏരിയ എല്ലാവർക്കും ഡൗട്ട് ഉള്ള ഏരിയ ആണ്, ആ ട്രേഡിംഗ് ലോസ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും കൂടെ ലൈക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ചെയ്യാം. അപ്പം ഇൻകം ടാക്സ് ഒരു 2 ദിവസം എടുക്കുക, റെഡി ആക്കി എടുക്കാം. ഇൻകം ടാക്സ് സെറ്റ് ആയാലും ഞാൻ പറഞ്ഞു ഒബ്വിയസ്ലി കോർപ്പറേഷൻ ടാക്സിന്റെ പകുതി ഭാഗവും ക്ലിയർ ആയി കിട്ടും. ഓക്കെ, അപ്പം കോർപ്പറേഷൻ ടാക്സിൽ ഒരു 2 ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും സെറ്റ് ആക്കി എടുക്കാം. ഈ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും സെറ്റ് ആക്കി എടുത്താൽ ഉള്ളൊരു ഗുണം ഞാൻ പറഞ്ഞു തരാം. ഇൻകം ടാക്സിന് എന്തായാലും 15 മാർക്ക് ക്വസ്റ്റ്യൻ സെക്ഷൻ സിയിൽ വരും. കോർപ്പറേഷൻ ടാക്സിനും എന്തായാലും സെക്ഷൻ സിയിൽ എന്ത് വരും, ഒരു 15 മാർക്ക് ക്വസ്റ്റ്യൻ വരും. ഇനി ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ ആയിട്ട് നമുക്കൊരു ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യനും എന്തുണ്ട്, സെക്ഷൻ സിയിൽ ഉണ്ട്. അപ്പൊ ടോട്ടലി നമുക്ക് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും സെറ്റ് ആയി കഴിഞ്ഞാൽ സെക്ഷൻ സിന്ന് മാത്രം നമുക്ക് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് സെക്ഷൻ എയിൽ എന്തായാലും ഒരു 10 to 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 10 to 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സിന് എക്സ്പെക്ട് ചെയ്യാം. സോ ബേസിക്കലി ഞാൻ പറയും ഒരു 50 മാർക്ക്, ഓക്കെ, 50 മാർക്ക് നിങ്ങൾക്ക് ഡയറക്ട്ലി എവിടെ നിന്ന് സ്കോർ ചെയ്യാം. 50 അല്ലെങ്കിൽ ഒരു 60 മാർക്ക് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് പാസ്സാവാൻ 50 മാർക്ക് മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും വൃത്തിക്ക് പഠിക്കുക. ആൻഡ് അഗെയിൻ ഞാൻ പറയുന്നു, ഇൻകം ടാക്സ് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ ടാക്സ് നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് ഈ 2 ടോപ്പിക്സ് നിങ്ങൾ എന്താക്കുന്നുണ്ട്, വൃത്തിക്ക് പഠിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് തിങ്, CGT-ക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരൊറ്റ ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. കാരണം CGT-യിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, സെക്ഷൻ ബി ക്വസ്റ്റ്യൻസ് മാത്രമാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സെക്ഷൻ എ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യാം, ബട്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ സെക്ഷൻ എ ചെയ്യാൻ പറയില്ല. CGT-ക്ക് ഒരു ദിവസം എടുക്കുക, വാറ്റിന് ഒരു ദിവസം എടുക്കുക, IST-ക്ക് ഒരു ദിവസം എടുക്കുക. അപ്പൊ ബേസിക്കലി 2 + 2 4 5 6 7 ഡേയ്സ് അവിടെ തീർന്നു. ഓക്കെ, ഇനി 3 ദിവസം നമുക്ക് ബാക്കിയുണ്ടല്ലോ. ആ 3 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ എക്സ്ക്ലൂസീവ്ലി എന്ത് ചെയ്യാം, ടാക്സ് പ്ലാനിങ്ങിന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്ന രീതി ഇങ്ങനെയായിരിക്കും. ഫസ്റ്റ് ഡേ ഇൻകം ടാക്സ്, സെക്കൻഡ് ഡേ കോർപ്പറേഷൻ ടാക്സ്, 3 4 5 ഡേയ്സിൽ CGT IST VAT, ആൻഡ് 6th ഡേയിൽ ടാക്സ് പ്ലാനിങ്ങിലേക്ക് വരുന്ന സമയത്ത്, ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻകം ടാക്സിന്റെയും കോർപ്പറേഷന്റെയും മിക്സ് ആണ് അല്ലെ. അപ്പൊ 8th ഡേ നിങ്ങൾ ടാക്സ് പ്ലാനിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഒന്നും കൂടെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്സ് റിവൈസ്ഡ് ആയി കിട്ടി, നമ്മുടെ കോർപ്പറേഷൻ ടാക്സും ഇൻകം ടാക്സും റിവൈസ്ഡ് ആയിട്ട് കിട്ടി അല്ലെ. യെസ്, അപ്പോ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ യൂഷ്വലി ആ പഠിച്ച ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇവിടെ റിവൈസ് ആയി കിട്ടുകയും ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ CGT IST VAT കവറപ്പ് ആവുകയും ചെയ്യും. ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും നമ്മൾ എന്തായാലും ഫസ്റ്റ് സെറ്റ് ആക്കിയിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മുടെ 8th ഡേ കഴിഞ്ഞു. ഇനി 9 and 10. ഈ 9 and 10th ഡേയ്സിൽ ഞാൻ ഇങ്ങനെ പറയുള്ളൂ, നമ്മുടെ കുറച്ച് ഡേറ്റുകൾ ഉണ്ടല്ലോ, ആ ഡേറ്റുകൾ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, 9th ഡേ ഒന്ന് റിവൈസ് ചെയ്യും. ഓക്കെ, 10th ഡേ ഈ ഡേറ്റുകൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, 10th ഡേ അതായത് എക്സാമിന്റെ തലേന്ന്, ഓക്കെ, എക്സാമിന്റെ തലേന്ന് ജസ്റ്റ് ഈ ഡേറ്റ്സ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഏതെങ്കിലും ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. അതോടെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇതുവരെ പ്രോപ്പർലി പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ഇനിയും നിങ്ങളുടെ മുന്നിൽ 10 ദിവസമുണ്ട്. ഓക്കെ, ആ 10 ദിവസത്തിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും തന്നെ നല്ല വൃത്തിക്ക് ഒന്ന് റെഡിയാക്കാൻ പറ്റാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എന്ത് ചെയ്യാം, പാസ്സാവാൻ പറ്റുന്ന പേപ്പറേ ഉള്ളൂ ഇത്. ഓക്കെ, ആൻഡ്
നിങ്ങൾ മറന്നു പോകുന്ന പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ഞാൻ ഓൾറെഡി തന്നു. ആ ടാക്സ് ടേബിൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ മറന്നു പോകുന്ന പ്രശ്നം അവിടെ മേജർലി നിങ്ങളെ ബാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടാക്സ് നിങ്ങൾ ഭയങ്കര വലിയൊരു സംഭവമായിട്ടൊന്നും എന്ത് ചെയ്യണ്ട, എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു നോർമൽ പേപ്പർ ആയിട്ട് നിങ്ങൾ ടാക്സ് എടുത്താൽ മതി. ഓക്കെ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടെയാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടിയ ഒരു പേപ്പറും കൂടെയാണ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പറാണ് ടാക്സ് എന്ന് പറയുന്നത്. ബിക്കോസ് ടാക്സിൽ ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ടാക്സിൽ ചോദിക്കില്ലടാ. ലൈക് ക്വസ്റ്റ്യൻസ് എവിടെന്നാ എന്താ വരിക എന്നുള്ളത് നമുക്കറിയാം. സെക്ഷൻ സിയിൽ ഞാൻ പറഞ്ഞു ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, ടാക്സ് പ്ലാനിങ്. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ക്വസ്റ്റ്യൻസും സെക്ഷൻ സിയിൽ ചോദിക്കില്ല. ആൻഡ് സെക്ഷൻ സിയിൽ വരാവുന്ന മാക്സിമം അഡ്ജസ്റ്റ്മെന്റ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വൃത്തിക്കൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു 80+ ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഇനി പോട്ടെ, 80+ ആഗ്രഹം ഇല്ലാത്തവർക്ക് സുഖമായിട്ട് പാസ് ആവാൻ പറ്റുന്ന ഒരു പേപ്പറാണ് എന്തെന്ന് പറയുന്നത്, ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ചിലവർക്ക് ഉണ്ടാവും. അപ്പൊ ചില സ്റ്റുഡൻസിന് ഉണ്ടാവും എനിക്ക് റാങ്കും അതിലേക്ക് ഞാൻ വരാം. ചില സ്റ്റുഡൻസിന് ഉണ്ടാവും അയ്യോ എനിക്ക് റാങ്ക് ഒന്നും വേണ്ട, എനിക്കൊന്ന് പാസ്സായി കിട്ടിയാൽ മതി എന്നുള്ളതായിരിക്കും നമ്മൾ മെജോറിറ്റി സ്റ്റുഡൻസിന്റെ എന്തെന്ന് പറയുന്നത്, ലൈക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ബട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മക്കള്, നിങ്ങൾ മാർക്കിന് വേണ്ടിയിട്ട് ഒരിക്കലും പഠിക്കരുത്. ഓക്കെ. പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു 80സിനോ 90സിനോ വേണ്ടിയിട്ട് പഠിക്കാം. ഓക്കെ. 80സിനോ 90സിനോ വേണ്ടി പഠിച്ചാൽ ഒരിക്കലും നമുക്ക് 80ഓ 90ഓ കിട്ടണം എന്നില്ല. ഞാൻ പറയുന്നത് 80ഓ 90ഓ മാർക്കിന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഒരു 60സിന്റെ റേഞ്ചിൽ കിട്ടുള്ളൂ. നിങ്ങൾ ഈ 50 മാർക്ക് പാസ് ആവാൻ വേണ്ടിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 45ലും 44ലും നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്യും. ഓക്കെ. നിങ്ങൾ ഇങ്ങനെ പറയും 50 മാർക്ക് മതിയല്ലോ, ബാക്കി 50നുള്ളത് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ടിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ടഫ് ടോപ്പിക് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയും ഒരു 2 മാർക്കല്ലേ ഇപ്പൊ ആ ടോപ്പിക്, അത് പോട്ടെ എന്ന് പറയും. ഓക്കെ. അടുത്ത ടഫ് ടോപ്പിക് കാണും. ഓക്കെ. ഈ ടോപ്പിക് ഇപ്പൊ ഒരു 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വരുള്ളൂ, അത് പോട്ടെ, ബാക്കി നമുക്ക് ഇത്രയും 92 അല്ലെങ്കിൽ 94 മാർക്സ് അവിടെ ബാക്കി കിടക്കുന്നുണ്ടല്ലോ, നമുക്ക് അതിൽ പിടിക്കാം എന്ന് പറയും. അങ്ങനെ നമ്മളിത് വെട്ടിക്കുറച്ച് ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ഈ 50 മാർക്കിന് പഠിക്കുമ്പോഴുള്ള പ്രശ്നമാണ് നമ്മൾ ഓരോ ടോപ്പിക്സ് കട്ട് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് പാസ് ആവാനുള്ള എന്തുണ്ടാവില്ല, ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ബേസിക്കലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക, ഒരിക്കലും 50 മാർക്കിന് പഠിക്കരുത്. അത് ഈ ഒരു ടാക്സിന് മാത്രമല്ല, എല്ലാ ലൈക് സബ്ജക്ട്സിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും 50 മാർക്കിന് പഠിക്കരുത്. പഠിക്കുമ്പോൾ ഒരു 80നോ 90നോ പഠിച്ചോ. ഓക്കെ. ഒരു റാങ്ക് കിട്ടിയാൽ നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഒരു 80സോ 90സോ കിട്ടിയാൽ നമുക്ക് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ. ഓക്കെ. ബട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു 50ന് പഠിച്ചിട്ട് 49ൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഷ്ടമാണ്. ഓക്കെ. നമ്മൾ പറയുന്നില്ല പൈസ പോയി, മറ്റേ ധനനഷ്ടം മാനഹാനി എന്നൊക്കെ പറയുന്ന പോലെ പൈസയും പോയി, മറ്റേ ഫ്രണ്ട്സിന്റെ മുന്നിൽ നിൽക്കാനുള്ള പ്രശ്നം, പാരന്റ്സിന്റെ മുന്നിൽ നിൽക്കാനുള്ള പ്രശ്നം ഒക്കെ പ്രശ്നമാണ്. സോ ബേസിക്കലി 50 മാർക്കിന് പഠിക്കാതെ എന്ത് ചെയ്യുക, ഒരു 80 മാർക്സിന് അല്ലെങ്കിൽ 90 ടാർഗറ്റ് ചെയ്തിട്ട് പഠിക്കാം. കിട്ടിയ ഒരു റാങ്ക്, ഇല്ലെങ്കിൽ നമുക്കൊരു 60-70 എന്തായാലും പാസ്സാവും. ഓക്കെ. അത് മതിയല്ലോ നമുക്ക് ബേസിക്കലി. അപ്പൊ ഈ ഒരു കാര്യം എനിക്കൊന്ന് റിമൈൻഡ് ചെയ്യണം എന്നുണ്ട്. എന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് തിയറി ടോപ്പിക്സ് ടെസ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ഓക്കെ. തിയറി ടോപ്പിക്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ടെസ്റ്റ് ചെയ്യില്ല. മാക്സിമം ഒരു 5 to 6 മാർക്സിനൊക്കെ തിയറി ടെസ്റ്റ് ചെയ്യുള്ളൂ. അതും നിങ്ങൾ സെക്ഷൻ സി ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ തിയറീസ് കാണാമല്ലോ, മറ്റേ റെസിഡൻസ് ടെസ്റ്റിന്റെ, അല്ലെങ്കിൽ ഫോം P11D നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് യൂഷ്വലി എന്ത് ചെയ്യാറ്, ടെസ്റ്റ് ചെയ്യാറ്. അതായത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ടെസ്റ്റ് ചെയ്യാറ്. നിങ്ങൾ സെക്ഷൻ സീസ് മൊത്തം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ചെറിയ ചെറിയ തിയറി സബ് ക്വസ്റ്റ്യൻസ്, അത് മാത്രമാണ് ബേസിക്കലി നമുക്ക് ടെസ്റ്റ് ചെയ്യുക. അല്ലാതെ ഭയങ്കര ഇന്റലക്ച്വൽ തിയറി അല്ലെങ്കിൽ സ്ട്രെയിറ്റ് അവേ അല്ലാത്ത തിയറി ഒന്നും ചോദിക്കാറില്ല. ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ടുള്ള തിയറീസ് തന്നെയാണ് ചോദിക്കാറ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പറഞ്ഞ പോലെ P11D, എന്തിനാണ് P11D യൂസ് ചെയ്യുന്നത്, ഫോം P11D എന്തിനാ യൂസ് ചെയ്യുന്നത്, നമ്മൾ കേട്ടിട്ടുണ്ടോ ഫോം P11D? ആരും കേട്ടിട്ടില്ല ഫോം P11D? കേട്ടിട്ടുണ്ട്, ബട്ട് ഇപ്പൊ മറന്നു. ഫൈൻ. ഒരു കാര്യം ചെയ്തോ, നാളെ വരുമ്പോ ഫോം P11D എന്താന്ന് പഠിച്ചിട്ട് വരാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം, വാട്ട് ഇസ് ഫോം P11D. ഓക്കെ. അപ്പൊ അങ്ങനത്തെയുള്ള ചെറിയ ഒരാളും കൂടെ റിപ്ലൈ തന്നിട്ടുണ്ട്, നോക്കട്ടെ. റിട്ടേൺ ഓഫ് ക്ലാസ് 1A NIC. ഓക്കെ.
നാളെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാവരും ഓക്കെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. അപ്പൊ നാളത്തെ നമ്മുടെ ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സ് ആൻഡ് ടാക്സ് പ്ലാനിങ്. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ സ്പെസിഫിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക ടാക്സ് പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആൻഡ് നമ്മുടെ സ്പെസിമെൻ എക്സാം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ SSCA സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പെസിമെൻ എക്സാംസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പ്രാക്ടീസ് എക്സാംസ് എന്ന് നമ്മൾ പിക്ക് ഔട്ട് ചെയ്യുന്ന ടാക്സ് പ്ലാനിങ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, കപ്ലാൻ ആണോ BPP ആണോ നോക്കണ്ടേ? ഓക്കെ, നാളത്തേക്ക് ഞാൻ പറഞ്ഞു തരാം. നാളത്തേക്ക് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയിട്ട് വരണം. നാളത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് മൊത്തം ഇൻകം ടാക്സ് എന്ത് ചെയ്യുക, ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക. ഓക്കെ, കോർപ്പറേഷൻ ടാക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. ലൈക് ബേസിക്കലി ആ ടാക്സ് റേറ്റ്സ് അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും മറന്നു പോവാതെ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വന്നാൽ മാത്രം മതി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ബിക്കോസ് നാളെ നമ്മൾ ക്വസ്റ്റ്യൻസ് ആണല്ലോ ചെയ്യുന്നത്. ആൻഡ് നാളെ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റഡി ഹബ് അല്ല, CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലെ സ്പെസിമെൻ എക്സാംസ് അല്ലെങ്കിൽ പ്രാക്ടീസ് എക്സാംസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, മേ ബി ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എക്സാം എന്നും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചിലപ്പോൾ സ്പെസിമെൻ എക്സാം എന്നായിരിക്കും പിക്ക് ഔട്ട് ചെയ്യുന്നുണ്ടാവുക. ലൈക് ഡിപ്പെൻസ്. ഓക്കെ, അത് നമുക്ക് നാളെ നോക്കാം. സോ ഇതൊക്കെയാണ് ബേസിക്കലി എന്റെ പ്ലാൻ എന്ന് പറയുന്നത്. നാളെ നമ്മൾ ഈ പറഞ്ഞ ഇൻകം ടാക്സ് കോർപ്പറേഷൻ പ്ലാനിങ് ആൻഡ് മറ്റന്നാൾ CGT IST VAT ആണ് ബേസിക്കലി എന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണോ, എങ്ങനെയാ എന്താന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ലൈക്ക് ഈ പ്ലാൻ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഫൈൻ, ഓർ എൽസ് നമുക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാസ് വേണം എന്നുണ്ടെങ്കിൽ ടെൽ മീ.